ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നാരങ്ങ പിഴിയുന്നതും നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗോതമ്പ് പൊടി റേഷൻ കടയിലെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചോറ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ചോറ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ചോറ് ചേർത്തെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അരക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി, അരക്കാൻ ആവശ്യത്തിന്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം, കാരണം നമ്മളിതിൽ പൊടി ചേർക്കുന്നതാണ്. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പരന്ന ബൗളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നെയ്യ് കൂടി ചേർത്തെടുക്കുമ്പോൾ നമ്മളെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ റേഷൻ ഗോതമ്പ് പൊടി അതേ ബൗളിന് ഒരു ബൗൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളും കൂടി നമുക്ക് എടുത്ത് വെക്കാം. ഈ ഒരു ബൗൾ വേണ്ടി വരില്ല, ഇതിൻ്റെ പകുതിയേ വേണ്ടി വരുള്ളൂ. ആദ്യം നമുക്ക് കുഴച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം എത്രണ്ട് കൂടുതൽ ഒഴിച്ചെടുക്കണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ പൊടി ആവശ്യമാവുക. നിങ്ങൾക്ക് ഇനി ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇതന്നെ നമുക്കൊരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടാവും. ഇനി നമ്മൾ രണ്ടാമത് എടുത്തു വെച്ച ബൗളിൽ പൊടി ഉണ്ടല്ലോ അതിന്നൊരു പകുതി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം എത്ര ചേർക്കണോ അതിനനുസരിച്ചാണ് നമുക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നല്ല കട്ടിക്ക് കുഴച്ചെടുക്കണ്ട, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ല കട്ടിയായി കുഴച്ചെടുക്കേണ്ട, ഒരു ചെറിയൊരു ലൂസിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ നല്ല ലൂസും ആയി പോകരുത്. അതേപോലെ കുറേ നേരിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിങ്ങോട്ട് നല്ലോണം ഒരു മിനിറ്റൊക്കെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ള് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് സമയം കുഴച്ചെടുക്കാം കേട്ടോ. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാം കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റും കേട്ടോ. അവർ ഈവനിങ് സ്നാക്സ് ആയിട്ട് അവർക്ക് വരുമ്പോഴും കൊടുക്കാൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി കൂടുതൽ നേരം വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ, പക്ഷേ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനൊരു 10 മിനിറ്റാണ് കേട്ടോ വെക്കുന്നത്. ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാനിതേപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 സൈഡും കീറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി 4-5 വറ്റൽമുളക് എടുക്കുക, എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ അത്ര എരിവില്ലാത്തതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 കശുവണ്ടിയാണ്, ഇത് ഓപ്ഷനിലാണ്, നിങ്ങളിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു അരപ്പാത്രം, ഇതിലേക്ക് അരഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേവാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ 10 മിനിറ്റ് ആയപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്ക് ഇതൊന്ന് നീളത്തിലാക്കിയെടുക്കണം, നല്ല കനം കുറച്ച് നീളത്തിലാക്കിയെടുക്കുക കേട്ടോ. ചെറിയ ഉരുളകളാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നീളത്തിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഒരു ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ. വലുതാക്കണ്ട, ചെറുതാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രച്ച് പോകുന്ന ഉരുളയാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ഉരുട്ടിയൊന്നും എടുക്കണില്ല, ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കണ്ടല്ലോ, ഇത്രയും മതിയാവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ പിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാതും പിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടുക. എന്നിട്ട് നമ്മുടെ നാരങ്ങ പിഴിയണതുണ്ടല്ലോ അതിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് തുറന്നിട്ട് നമ്മൾ നാരങ്ങ പിഴിയണ പോലെ പതിയെ വെച്ചെടുത്താൽ മതി കേട്ടോ.
നല്ലോണം അമർത്തി കൊടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ പതിയെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കുക. ഉള്ളിലൊരു ഹോൾസോട് കൂടി തന്നെ കൂട്ടിയെടുക്കുക കേട്ടോ. നല്ല അമർത്തിയെടുക്കുകയൊന്നും വേണ്ട, പതിയെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ടല്ലോ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് വെക്കുന്ന ബൗളിൽ കുറച്ച് പൊടി തൂവി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതിയെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മൾ നാരങ്ങ പിഴിയണ അച്ചുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പതിയെ പ്രസ് ചെയ്തിട്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ല ഇതില്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിലും എളുപ്പമായിട്ടാണ് എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാതും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി പൊടി തൂവി എടുക്കുന്നുണ്ട് കേട്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതാ കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഷേപ്പ്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ തട്ടിൽ നമ്മൾ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്, അടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അരികിൽക്കായതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊട്ടിയെടുക്കുമ്പോൾ അരികെ കൂടെ ആയിട്ടുണ്ട്. ഇത് വേറിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് വെന്ത് വന്നാലും നമുക്ക് വേറിട്ട് കിട്ടും, ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ അതാ, എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ്, 5 മിനിറ്റിൽ ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കിനും ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ആവി കയറട്ടെ. അപ്പോഴേക്കിനും നമ്മൾ തക്കാളിയൊക്കെ വെന്ത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് തൊലി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇതാ ബാക്കിയുള്ള ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഈ മൊത്തത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ഇത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ക്യാപ്സിക്കും, ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളിത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. അതേപോലെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കം, ഉള്ളിയും ക്യാരറ്റും ചെറുതായി ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വെന്ത് വഴന്നു പോകുമൊന്നും വേണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കണ്ടല്ലോ, നമ്മളിത് ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ വേറിട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ മാവിൽ ഉപ്പിട്ടിട്ടാണ് ഈ ഇതിലേക്കുള്ള മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും അതേപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നമ്മൾ ഗോതമ്പിൻ്റെ റെസിപ്പി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിലിട്ടിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തി ഒന്നും പിന്നെ ഉണ്ടാക്കിയെടുക്കില്ല. ഇതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിലും നല്ല ടേസ്റ്റിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ എളുപ്പത്തിലാണെന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഇതാണോ എളുപ്പം, ഉച്ചയാവും ഉണ്ടാക്കിയെടുക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കൊക്കെ ഇത് എളുപ്പമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ചൊന്ന് മെനക്കിടണം നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. ഇനി നമ്മൾ 1 പിടി മല്ലിയില കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അധികം ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ്. നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അതിന് നമ്മൾ സോസും എല്ലാതും കൂടി ചേരുമ്പോൾ എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.